ചോദിച്ചാൽ അതെ നീ പറയണോ അവൻ പറയണോ ഏത് വേണമെങ്കിലും ആയിക്കോ. പറയുന്നതിനെക്കാട്ടി 2-3 പേരും അതാണ് ഫോണാണോ? നമ്മളിപ്പോൾ ഉള്ളത് കാന്തല്ലൂർ മഡ് ഹൗസിലാണ്. നമ്മളൊരു ചേട്ടൻ നമ്പർ തന്നിട്ട് ഇവിടെ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിട്ട് തോന്നി. നല്ല മീനിങ്സ് ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേനും വളരെ താമസിക്കാനും അതുപോലെ തന്നെ ഈ ചേട്ടൻ്റെ ഫുഡ് അറേഞ്ച്മെന്റ് ഒക്കെ വളരെ സന്തോഷമായിട്ട് തോന്നി. വളരെ നല്ലതായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. ശിവമൊക്കെ പറയാനുള്ളത് സൂപ്പർ, എക്സലന്റ്. എത്ര സ്റ്റാർ കൊടുക്കും? 5 out of 4.5. ആ 0.5 എവിടെ പോയി? 0.5 കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു പോകുന്ന ഒരാളിന് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതേവരെ ഈ സ്ഥലത്ത് കിട്ടാത്ത ഒരു വൈബായിരിക്കും. നമ്മള് എപ്പോഴാണ് ഇവിടെ വന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രി നമ്മളൊരു 9:30 മണി സമയത്താണ് ഇവിടെ വന്നത്. ഈ 9:30 മണി സമയത്ത് ഇവിടെ വരുമ്പോഴത്തേന് ചേട്ടൻ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ വന്ന വഴിക്ക് തന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞതെങ്കിൽ നമ്മൾ മൂന്നാറിൽ നിന്ന് കഴിച്ചിട്ട് വന്നതിന്റെ കാരണത്തിൽ നമുക്ക് ഫുഡൊന്നും അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ വിഷു ആയതിനെ കൊണ്ട് എടുത്തു പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ വിഷു ആയതിനെ കൊണ്ട് നമ്മൾ വന്ന വഴിക്ക് കുറച്ച് പടക്കവും മറ്റ് പൂത്തിരിയും അതെല്ലാം വാങ്ങി നമ്മൾ വന്നിട്ട് നമ്മൾ ഇവിടെ വളരെ വിശാലമായ സ്ഥലം, ഒരു ചെറിയ ഒരു മുറ്റമാണെങ്കിൽ നമുക്ക് വളരെ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നു. അതൊക്കെ കത്തിക്കാനും നമുക്ക് അത് ആസ്വദിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തന്നു. അത് വളരെ ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വിഷു കൂടെ അതിനെക്കൊണ്ട് നമുക്ക് നല്ലപോലെ ആഘോഷിക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ താമസം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ആ പഴയ ഒരു നൊസ്റ്റാൾജി നമുക്ക് പെട്ടെന്ന് എടുത്തു പറയേണ്ടി വന്നു. കാരണം 2 റൂം, ഒരു ഹാള്, 2 ബാത്റൂം, ചൂടുവെള്ളം. വലിയ റൂമാണല്ലേ? വലിയ റൂമാണ്, ചൂടുവെള്ളം. നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ തന്നെ 2 ഫാമിലി 10 പേരുണ്ടായിരുന്നു, മക്കളും കുട്ടികളായിട്ട്. എല്ലാവർക്കും നല്ല സുഖകരമായ ഒരു ഉറക്കമൊക്കെ കിട്ടി. പിന്നെ രാവിലെ നമ്മളെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഈ ഒത്തിരി മുകളിലോട്ട് പോകണം, പക്ഷെ നമ്മളവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അച്ഛൻ നമ്മളെ കൊണ്ടുപോയിട്ട് നല്ലത് കാണിച്ചു തരികയും അതിൽ നമ്മൾ നല്ല ആസ്വദിച്ച് ഒന്ന് നീരാടാനായിട്ടൊക്കെ ഉള്ള അവസരം ഉണ്ടായി. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹത്തിന്റെ അച്ഛൻ നീലകണ്ഠൻ, ശരിക്കും പറഞ്ഞാൽ മംഗലശ്ശേരി നീലകണ്ഠൻ. അതെ, സൂപ്പർ. ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അവിടുത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ്. ഇവിടെ പൊതുവേ മോശമല്ലാത്ത ഒരു ക്ലൈമറ്റ് ആണുള്ളത്. എന്നാലും നല്ല എന്താ പറയാ, മോശമല്ലാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു. മധ്യ കേരളം, തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ജീവിക്കാൻ, ഇവിടെ നിൽക്കാനായിട്ടൊക്കെ ഭയങ്കരമായ ഒരു നല്ല സുഖമായിട്ട്. ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് ദോശയും ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും, ദോശയും. വാവ്, സൂപ്പർ ആയിരുന്നു. പ്രൈവസി കാര്യങ്ങളൊക്കെ പറ്റി സൂപ്പറാണ്. അതിലൊന്നും യാതൊരു ഇതുമില്ല. എല്ലാം പ്രൈവസിയൊക്കെ ലേഡീസിനൊക്കെ സുഖകരമായിരുന്നു. അവരൊക്കെ പ്രൈവറ്റ് നല്ല ഇതായിരുന്നു മൊത്തത്തില്. വേറെന്തെങ്കിലും സുബാനി എന്താണ് പറയാനുള്ളത്? എന്റെ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ രാത്രി വന്നപ്പം വളരെ പേടിയായിരുന്നു. വല്ല പന്നി വല്ലതും അല്ലെങ്കിൽ കരടി വല്ലതും ചാടി വന്ന് അടിച്ചു കടിച്ചു തരുമെന്ന് പറഞ്ഞ് ഒരു പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ ചെന്ന് കിടന്നു നോക്കിയപ്പോ അവിടെ ഫാൻ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ച് വിയർത്ത് വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്ന് കിടന്നു ഉറങ്ങി നോക്കിയപ്പോ ഞാൻ വളരെ തണുപ്പായിരുന്നു. ഇത്രയ്ക്കും തണുപ്പുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. മൃഗങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? മൃഗങ്ങൾ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആന ഉണ്ട്. അത് വഴിയില്. ഇവിടെ മൃഗങ്ങളെ ശല്യം വല്ലതും ഉണ്ടായിരുന്നോ? ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. നല്ലതായിരുന്നില്ലേ? രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? പടക്കം പൊട്ടിച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പടക്കം പൊട്ടിച്ചൊക്കെ നന്നായിരുന്നു. ഞാൻ ഒന്ന് കത്തിച്ചൊന്ന് നോക്കിയപ്പോ എന്റെ ദേഹത്തൊക്കെ കത്തി പോകുന്ന വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി. ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ പറ്റി എങ്ങനെയാണ്, എന്താണ് പറയാനുള്ളത്? റേറ്റ് അഫോർഡബിൾ ആണ്. ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്ത് പോകാൻ പറ്റുന്ന, ഓവർ എക്സ്പെൻസീവ് ഒന്നുമല്ല. മൂന്നാറിനെയൊക്കെ നമ്മൾ നോക്കുന്നതിന് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ സുഹൃത്ത് തന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യും. ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ നല്ലൊരു റേറ്റിൽ കിട്ടിയെന്ന് തന്നെ ഞാൻ പറയും. നമുക്ക് ബൈ ചാൻസ് നമ്പർ കിട്ടിയാണ് നമ്മൾ ഇവിടെ വരുന്നത്. നമ്മൾ ഒരു പരിചയവും ഇല്ലാതെ അങ്ങനെ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ കിട്ടിയതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 out of 100 ആണ്. ഫോൺ നമ്പർ ജിയോയുടെ സിം മാത്രമേ ഇവിടെ ഓടുള്ളൂ. വേറെ നോക്കിയാൽ നമ്മുടെ സിമ്മുകളൊക്കെ ഇതായിരുന്നു. പക്ഷെ നമുക്ക് ടൗണിൽ നിന്ന് നമുക്ക് വിളിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ. അപ്പൊ എനിവേ ബ്രോ, ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഇപ്പൊ സമ്മർ ടൈം ആണല്ലോ, നമുക്ക് അവിടെയൊക്കെ 32-40 ഡിഗ്രിയോളം സെൽഷ്യസ് വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ നമുക്ക് ആ വെയിൽ അറിയത്തില്ല. നല്ല തണുപ്പും രാത്രി ചെറിയ കാറ്റ്, നല്ലൊരു ക്ലൈമറ്റ്. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. കാരണം നല്ല ഒരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിന് പേരെന്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പേരുണ്ടായിരുന്നു, അരുമ്പി 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 വെള്ളച്ചാട്ടം. അത് നല്ല രസമായിരുന്നു. അവിടെ നമ്മൾ കുളിക്കാൻ പോയിരുന്നു. നമ്മളെല്ലാരും അവിടെ പോയി കുളിച്ചു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ടോട്ടലി കാന്തല്ലൂർ നല്ലൊരു ഏരിയ ആണ്. കുറച്ച് ഒഴിഞ്ഞ ഒരു ഏരിയ ആണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. സൈലന്റ് ഏരിയ, വൈബുള്ള ഏരിയ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.